വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് തക്കാളി കറി ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്ക് തക്കാളി കറി ഉണ്ടാക്കാനായിട്ട് പോവാം. തക്കാളി കറി ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വീട്ടാം. പിന്നെ അതിലേക്ക് ഒരു സവാള കുറച്ച് കട്ടിയിൽ അരിഞ്ഞിട്ട്, ഒരു 2 പച്ചമുളക്, ഒരു 6 പോറ്റ് വെളുത്തുള്ളി ചെറുതായി അരിയ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വേപ്പില. നമുക്ക് വാടി കിട്ടണം. കുറച്ച് ഉപ്പിടാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, നന്നായി മിക്സാക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ 2 തക്കാളി, മീഡിയം തക്കാളി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിടാം. ലേശം വെള്ളം ഒഴിച്ചിട്ട് അത് വേവിക്കാം. അപ്പം അതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് വേണ്ടി വരും. ലേശം ഉപ്പിടാം. തക്കാളി ഒന്ന് വെന്ത് കിട്ടണം നമുക്ക്. നമ്മൾ വെച്ച തക്കാളിക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നാളികേരപ്പാൽ ഒഴിക്കുക. നേരിയതായിട്ടൊന്ന് തിളച്ചാൽ മതി. നമ്മൾ വെച്ച തക്കാളി കറി നേരിയതായിട്ട് തിളച്ചിട്ടുണ്ട്. പിന്നെ ചെയ്യേണ്ടത് ഇത് കാച്ചണം. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ വീത്താം. ലേശം മതി. അതിലേക്ക് കടുകിടാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേപ്പില, ഒരു 2 വറ്റൽമുളക്, ഒരു 2 പോറ്റ് ചുവന്നുള്ളി നേരിയതായിട്ട് അരിഞ്ഞത്, നമ്മൾ കാച്ചാൻ വെച്ച കൂട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് അത് തക്കാളി കറിയിലേക്ക് ഇടാം. നമ്മുടെ തക്കാളി കറി റെഡിയായി. വെച്ച തക്കാളി കറി അപ്പോൾ റെഡിയായി. ഇത് ചോറിനും പൂരിക്ക്, ചപ്പാത്തിക്ക്, പൊറോട്ടയ്ക്ക്, ഇഡ്ഡലി, ദോശ എല്ലാത്തിനും എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് എല്ലാവരും ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.